ഗുഡ് മോർണിംഗ് ധന്യ. ഗുഡ് മോർണിംഗ് പാർത്ഥ. കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ധന്യ ഈ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ സന്തോഷകരമായ കാര്യമാണ് നമ്മൾക്ക്, പ്രേക്ഷകർക്ക് എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഡൽഹിയിലെ ഇലക്ഷൻ തന്നെയായിരുന്നു കുറച്ച് ദിവസങ്ങളായി ചർച്ചയിൽ നിന്നിരുന്നത്. ആം ആദ്മി പാർട്ടിയെ നിലംപരിശാക്കിക്കൊണ്ട് BJPയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ ഡൽഹിയിൽ കണ്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന കാര്യം, അതായത് 43% വോട്ട് ശതമാനം ആം ആദ്മി പാർട്ടിക്കുണ്ട്. അതുപോലെ തന്നെ 47-48 BJPക്കുള്ളത്. പക്ഷേ ഈ 43% എന്ന് പറയുന്നത് അപകടകരമാണ് എന്ന് BJP തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആം ആദ്മി പാർട്ടി പോലൊരു പാർട്ടി ഭരിച്ച ഡൽഹിയിൽ അവർ കാഴ്ചവെച്ചതിനേക്കാൾ മികച്ച ഭരണം കാഴ്ചവെച്ചില്ലെങ്കിൽ BJPക്ക് അടിപതറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പ്രബുദ്ധരായ വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത്. മാറി മാറി ആളുകളെ പരീക്ഷിക്കുന്ന വോട്ടർമാരാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ചില മിന്നൽ നീക്കങ്ങൾ, ചില അണിയറയിൽ ചില വലിയ നീക്കങ്ങളൊക്കെ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊന്ന് മുഖ്യമന്ത്രിയുടെ കാര്യത്തിലാണ്, 2 അവിടുത്തെ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിലാണ്. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ചില സർപ്രൈസ് മുഖ്യമന്ത്രിമാർ വരും എന്ന് പോലും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്നലെ നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഡൽഹിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. എന്താണ് മോദി നമുക്ക് വേണ്ടി കരുതി വെച്ചത്, ജനങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടി പോവുകയാണ്. എന്നാലും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ കുറച്ചും കൂടി പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഡൽഹിയിലെ കൂടുതൽ വിവരങ്ങൾ? പാർത്ഥൻ സൂചിപ്പിച്ചതിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ ഇനി എനിക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് എനിക്ക് ഒരു സംശയം. കാരണം ഇന്ദ്രപ്രസ്ഥം BJP ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇനി എങ്ങനെയാകും BJP ഇന്ദ്രപ്രസ്ഥത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഉറ്റുനോക്കുന്ന, ആകാംക്ഷയോടെ ജനം ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ പലരും പറയുന്ന യമുനയുടെ ശാപമാണ് കെജ്രിവാളിനെ താഴെ ഇറക്കിയത് എന്നുള്ളത്. കെജ്രിവാളിൻ്റെ അന്ത്യകൂദാശ ഇന്ദ്രപ്രസ്ഥം മണ്ണിൽ BJP കുറിച്ചു എന്നുള്ളത് തന്നെയാണ്. വോട്ടിംഗ് ശതമാനമൊക്കെ കൂടും. കാരണം ആപ്പ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ജനങ്ങൾക്ക് വല്ലാത്തൊരു സ്നേഹമുള്ളതിൻ്റെ കാരണം അഴിമതിക്കെതിരായി അവർ പോരാടും, തങ്ങൾക്ക് കൃത്യമായ സേവനങ്ങൾ കൃത്യമായി നൽകും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ ഏറ്റെടുത്ത, അല്ലെങ്കിൽ അവരെ വിജയിപ്പിച്ച ആളുകളാണ് ഡൽഹിയിലുള്ളവർ. ഒന്ന് പരീക്ഷിക്കാം എന്നവർ കരുതി 2 തവണ ചാൻസ് കൊടുത്തു. 2 തവണ ചാൻസ് കൊടുത്തിട്ടും മുഖ്യമന്ത്രിയെ അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട് മോടി പിടിപ്പിക്കാനും അരവിന്ദ് കെജ്രിവാളിൻ്റെ പോക്കറ്റ് നിറയ്ക്കാനും അല്ലാതെ ഒരു തരത്തിലുമുള്ള മാറ്റങ്ങൾ ഡൽഹിക്ക് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പൂർണ്ണമായും പറയുന്നില്ല. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, യാത്രാ സൗകര്യങ്ങൾ ഒക്കെ കുറെ കൂടി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും കൃത്യമായി കാര്യങ്ങൾ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. 27 വർഷങ്ങൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്നു 1991 BJP അവസാനമായി ഇന്ദ്രപ്രസ്ഥത്തിന്റെ അധികാരം ഒഴിയുന്നത്. അന്ന് മുതൽ ഈ 27 വർഷം BJPയുടെ കൈ അകലത്തിലായിരുന്നു ഡൽഹി എന്ന് പറയുന്നത്. അവിടെ എങ്ങനെ തിരിച്ചു വരാം എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ചിന്തയല്ല. 2014 BJP അധികാരത്തിൽ വന്നത് മുതൽ BJP ആഗ്രഹിക്കുന്നതാണ് ദില്ലിയും കൂടി തങ്ങളുടെ കയ്യിലായാലേ അധികാരം പൂർണ്ണമാകൂ. അത്തരത്തിൽ കൃത്യമായി അമിത്ഷായും JP നദ്ദയും മോദിയും യോഗിയും ഒക്കെ കൂടിയുള്ള ഒരു ടീമിൻ്റെ കൃത്യമായ പ്രവർത്തനമാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത് എന്ന് പറയുന്നത്. ഇപ്പോൾ കർണാടകയിൽ DK ശിവകുമാർ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ, കരുത്തനായ ഒരു നേതാവിൻ്റെ തന്ത്രമാണ് കർണാടകയിൽ BJPയെ കോൺഗ്രസിനെ അവിടെ കൃത്യമായി ജയിപ്പിച്ച് എല്ലാവരെയും അടിച്ചമർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും കിതപ്പിച്ചുകൊണ്ട് കുതിച്ചുയരാൻ കോൺഗ്രസിനെ സഹായിച്ചത്. ഇവിടെയും അത് തന്നെയാണ്. കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് ശർമ്മ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് BJPക്ക് വേണ്ടി, BJP കൃത്യമായി പറയുന്ന RSS പറയുന്ന തന്ത്രങ്ങൾ തലസ്ഥാനത്ത് അല്ലെങ്കിൽ ഡൽഹിയിൽ നടപ്പിലാക്കിക്കൊണ്ട് കൃത്യമായി മുന്നോട്ട് പോയി BJPക്ക് 48 സീറ്റ് വാങ്ങിക്കൊടുത്തതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ. അതിൻ്റെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിച്ചവരാണ് മോദിയും അമിത്ഷായും യോഗിയും JP നദ്ദയും അടക്കമുള്ളവർ. അത് കൃത്യമായി പ്രായോഗികമായി കൊണ്ടുവന്നത് പർവേഷ് ശർമ്മയാണ്. അതുകൊണ്ട് കെജ്രിവാളിനെ തോൽപ്പിച്ച ഒരാൾ എന്ന നിലയിൽ അല്ല നമ്മൾ അദ്ദേഹത്തെ കാണേണ്ടത് എന്നുള്ളതാണ്. മറിച്ച് ഡൽഹിയെ BJPക്ക് സമ്മാനിച്ച ഒരാളാണ് അദ്ദേഹം എന്നുള്ള രീതിയിൽ കൂടി അദ്ദേഹത്തെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നതാണ്. മറ്റൊരു കാര്യം, സ്ത്രീകൾക്ക് കുറച്ചുകൂടി പ്രാമുഖ്യം. നമുക്കറിയാം, നിർമ്മല സീതാരാമനാണ് നമ്മുടെ ധനകാര്യമന്ത്രി. കേരളത്തിൽ ഒരു ധനകാര്യമന്ത്രിയെ സ്ത്രീയായി വന്നതായി എനിക്ക് ഓർമ്മയില്ല. ഇനി എൻ്റെ അറിവില്ലായ്മയാണെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന സമയത്തും ഒരു സ്ത്രീ ധനകാര്യമന്ത്രിയായതായി ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ BJP അധികാരത്തിൽ വന്നപ്പോഴാണ് ധനകാര്യം എന്ന് പറയുന്ന ആ വലിയൊരു, എന്താ പറയുക, ഒരു വലിയ, അതിനൊരു വാക്ക് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല,
ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ്, നിർണായകമായ ഏറ്റവും വകുപ്പാണ്. നിർണായകമായ വകുപ്പ്, ഏറ്റവും ടെൻഷനുള്ള, കൃത്യമായ കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി അത് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് കൃത്യമായി ഫണ്ട് ഇറക്കി അത് കൃത്യമായി പോകേണ്ട ഒരു രീതി കൃത്യമായി മനസ്സിലാക്കി തലയ്ക്കകത്ത് മൂളയുള്ള ആരെങ്കിലുമേ അത് ഏറ്റെടുക്കാൻ തയ്യാറാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു നിർണായക പദവി നിർമ്മലാ സീതാരാമന് കൊടുത്തതിലൂടെ BJP തെളിയിച്ചു സ്ത്രീകൾ വലിയ കരുത്തരായി മുന്നോട്ട് വരാൻ, അധികാരത്തിന്റെ മുൻഭാഗങ്ങളിലേക്ക് BJPയിലെ സ്ത്രീകൾക്ക് വരാൻ അവസരം BJP ഒരുക്കി കൊടുക്കുന്നു. അത്തരമൊരവസരം ഡൽഹിയിലും ഉണ്ടാകും. കാരണം 52 ദിവസമാണ് സുഷമ സ്വരാജ് ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്നത്. സുഷമ സ്വരാജിന്റെ മകൾ തീർച്ചയായിട്ടും ഡൽഹി മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. മറ്റ് സ്ത്രീകളെയും മറ്റ് രണ്ട് സ്ത്രീകളെയും കൂടി പരിഗണിക്കുന്നുണ്ട് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്നുള്ളതാണ്. കാരണം പർവേഷ് ശർമ്മയ്ക്ക് കൃത്യമായ ഒരു സ്ഥാനം നൽകിക്കൊണ്ട്, ഒന്നുകിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനം വകുപ്പോ നൽകിക്കൊണ്ട് ഒരു സ്ത്രീയെ, ഒരു പെൺപുലി, കാരണം ഡൽഹി പോലുള്ള ഒരു നഗരം ഭരിക്കാൻ അത്രയും കരുത്തുറ്റ ഒരാൾ വേണം എന്നുള്ളതാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി അറിഞ്ഞ്, ഇപ്പോൾ ഉത്തർപ്രദേശൊക്കെ ഒരു കാലത്ത് എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. യോഗി എന്ന് പറയുന്ന ഒരു കാഷായ വസ്ത്രധാരി വന്ന് എന്തിവിടെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചവർക്ക് മുന്നിലാണ് ഇപ്പോൾ ഏകദേശം 37-40 കോടി ജനങ്ങൾ വരുന്ന ഒരു കുംഭമേളയുടെ സംഘടനാ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് യോഗി ഉത്തർപ്രദേശിനെ മാറ്റിയിരിക്കുന്നത്, വികസനത്തിലൂടെ മാറ്റിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് നമ്മളൊക്കെ വിചാരിക്കുന്നതിലപ്പുറം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പണ്ടൊന്നും UP-യിലേക്ക് നമുക്ക് പോകാൻ പേടിയാണ്, കാരണം എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇപ്പൊ അതല്ല, യോഗിയുടെ UP എന്ന് നമുക്ക് ധൈര്യമായി പറയാം. അതുപോലെ തന്നെയാണ് ഡൽഹിയും. കാരണം ഡൽഹി ഈ 5 വർഷം കൊണ്ട് കയ്യിൽ നിന്ന് പോകേണ്ട ഒരു സാധനമല്ല. BJP ഇവിടെ ഉള്ളിടത്തോളം കാലം ഡൽഹി കയ്യിൽ വേണമെന്ന് BJP ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കയ്യിൽ ഒതുക്കാൻ കഴിവുള്ള, അത് കൃത്യമായി ജനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള, ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാൻ കഴിവുള്ള, ജനങ്ങളെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിവുള്ള, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു നേതാവിനെ തന്നെയാകണം ഡൽഹി മുഖ്യമന്ത്രി ആക്കേണ്ടത് എന്നുള്ള നിലപാടിൽ തന്നെയാണ് മോദി. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും തന്നെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഈ പർവേഷ് വർമ്മ എന്ന് പറയുന്ന അവിടുത്തെ തീപ്പൊരിയായിട്ടുള്ള നേതാവ്, ആ നേതാവിന് തന്നെ ഒരു വലിയ പ്രാധാന്യം BJP കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മുൻ പ്രതിപക്ഷ നേതാവ് അവിടെ രാഷ്ട്രീയപരമായി പല കാര്യങ്ങളും നീക്കിയിട്ടുള്ള അവിടുത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ടായിരുന്നു. അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ 2-3 വനിതകളെ പരിഗണിക്കുന്ന കാര്യമുണ്ട്. ഇപ്പം അറിയാമല്ലോ, ധന്യ പറഞ്ഞു നിർത്തിയത് 27 വർഷങ്ങൾക്ക് മുമ്പ് BJP അധികാരത്തിൽ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ്. ആ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ മുഖ്യമന്ത്രി ആയിരുന്നത് സുഷമ സ്വരാജ് എന്ന് പറയുന്ന ഇന്ത്യയുടെ അഭിമാനമായ വനിതയായിരുന്നു, വിദേശകാര്യ മന്ത്രിയായിരുന്നു. വിദേശകാര്യമൊക്കെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറയല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ഭാംസുരി സ്വരാജ് എന്ന് പറയുന്ന ആ വ്യക്തി, ആ വനിത എന്ന് പറയുന്നത് അവിടെ ഈ ആം ആദ്മിക്കെതിരായിക്കൊണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടന്ന് ഈ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവർക്കെതിരെ തീപ്പൊരിയായി പ്രസംഗിച്ച ഒരു നേതാവാണ്. അപ്പം ഭാംസുരിയും അതുപോലെ തന്നെ മറ്റു ചില വനിതാ നേതാക്കന്മാരെയും കൂടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതൊന്നുമല്ലാതെ BJP അവിടെ കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ ഡൽഹിക്ക് വേണ്ടി വെക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതെന്തായാലും നരേന്ദ്രമോദി തന്നെ വിദേശ പര്യടനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഇന്ത്യയോട് വിളിച്ചു പറയും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം.